ഇന്നത്തെ നമ്മുടെ വീഡിയോ ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്കുള്ള വില്ലേജിലൂടെയുള്ള വഴിയും അതിലെ കാഴ്ചകളും ഒക്കെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. 5:30 ആയപ്പോൾ തുടങ്ങിയ യാത്രയാണ് കേട്ടോ. മൈസൂർ റോഡ് പിടിച്ചിട്ട് ലെഫ്റ്റ് തിരിഞ്ഞുള്ളൂ. ഈ സൂര്യനൊക്കെ ഉദിച്ച് വരുന്ന സമയമാണ്. നല്ല രസമുണ്ട്. ഒരുപാട് കൃഷിത്തോട്ടങ്ങളുടെ ഇടയിലാണ് പോണത്. കാളവണ്ടിയിൽ കരിമ്പ് കൊണ്ടാണ് കാഴ്ച കേട്ടോ കാണണേ. നമ്മൾ പോകുന്ന റൂട്ട് ആദ്യമായിട്ട് പോണ വഴിയാണ്. ഗൂഗിള് കാണിച്ചു തന്നേക്കണ വഴിയിലൂടെ അങ്ങോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൈവേ പിടിച്ച് വരുന്നതിനേക്കാളും ഒരു 35 കിലോമീറ്ററോളം കുറവാട്ടോ ഈ വഴി കാണിക്കണേ. ചായ കുടിക്കാൻ നിർത്തിയതാട്ടോ. ഈ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ കേരള എന്നേ പറയൂ. അപ്പോൾ നമ്മൾ കർണാടകയിലാട്ടോ നിൽക്കണേ. അദാനി ഗ്രൂപ്പിൻ്റെ സോളാർ പാനൽ യൂണിറ്റ് കേട്ടോ. ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല സെറ്റപ്പ് പരിപാടി കേട്ടോ. ഇത് കുറച്ചൊന്നുമല്ല, നോക്കത്താ ദൂരത്തോളം ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന വഴിയാണ്. എന്നും ഹൈവേ പിടിച്ച് മടുത്തുകൊണ്ട് നമ്മളൊരു ചെറിയ ഗൂഗിൾ അമ്മച്ചി പറഞ്ഞ ഒരു റൂട്ട് എടുത്തതാണ്. പക്ഷെ റോഡ് ഒരു 50% ഉള്ളൂ, പക്ഷെ അടിപൊളിയാണ്. മൊത്തം കൃഷിത്തോട്ടമാണ്. കരിമ്പൊക്കെ അങ്ങനെ പൂത്ത് വെക്കണ്ട്. രണ്ട് സൈഡും കരിമ്പ് പൂത്ത് വെക്കണ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കണേ. ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ ഓഫ് റോഡൊക്കെ കിട്ടിയതുപോലെ. പക്ഷെ ഒരു പ്രാവശ്യം പോകാനുള്ള വഴിയുണ്ടല്ലേ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഹൈവേകളെ പോണതിൻ്റെ അത് മാറി സാധാ വില്ലേജിക്കലെ നമ്മൾ വന്ന വഴിയൊക്കെ അത്യാവശ്യം നല്ലതായിരുന്നു. ഇപ്പോഴാണ് കുറച്ച് മോശമായ സ്റ്റേറ്റ് ഹൈവേ ആണ്. റാഗിയൊക്കെ ഇല്ലേ, റാഗി അങ്ങനെയുള്ള സാധനം തോന്നുന്നു. ഇത്രയും പൊക്കത്തിലൊക്കെ ഇട്ട് എങ്ങനെ ചോളത്തിൻ്റെ വിളവെടുപ്പും ക്ലീനിങ്ങും ഒക്കെ നടക്കുകയാണ്. അത് കണ്ടപ്പോൾ വണ്ടി നിർത്തിയതാണ്. ഇതുപോലുള്ള കാഴ്ചകൾ കാണണമെങ്കിൽ വില്ലേജിൻ്റെ ഉള്ളിലേക്കേ പോകണം. ഹൈവേ പിടിച്ചു പോയി കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല. നമ്മളൊരു കോൺ അവരുടെ കയ്യിൽ നിന്ന് ചോദിച്ചു വാങ്ങിച്ചിട്ടുണ്ട്. ഇത് അവരുടെ വേർപ്പിൻ്റെ ഫലമാണ്. നമ്മളിത് എന്നാലും വെറുതെ കളയില്ല. എന്തെങ്കിലും ഒരു കിടലൻ ഐറ്റം ഇതുകൊണ്ട് ഉണ്ടാക്കും. വേറെ എന്തോ സാധനം തോന്നുന്നു അല്ലേ? റാഗിയാന്ന് തോന്നുന്നു. ഇപ്പോൾ റോട്ടിൽ ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. ചോളം പോലെയുള്ള സാധനങ്ങളാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ കണ്ടപ്പോൾ നിർത്തിയതാണ്. നമുക്കത് ചോദിച്ചു നോക്കാം എന്താ. ഇത് റാഗിയാ? റാഗിയാ? ആ, തമിഴ് കൊഞ്ചം കൊഞ്ചം തരും. അതല്ലേ? ആ, കോയമ്പത്തൂർ. ഓക്കെ, താങ്ക് യു. നമ്മൾ ഹൈവേന്ന് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞപ്പോൾ മുതൽ നല്ല അടിപൊളി റോഡായിരുന്നു. ഹൈവേനെ വെല്ലണ റോഡായിരുന്നു. രണ്ട് റോഡ് മോശമായി. ഒരു 20 കിലോമീറ്ററോളം വളരെ മോശമായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഒരു ആവറേജ് റോഡാണ്. അപ്പോൾ നമ്മളൊരു ഫോറസ്റ്റിലേക്കിലാണ് പോയിക്കൊണ്ടിരിക്കണേ. ഏത് ഫോറസ്റ്റാണെന്ന് വെച്ചാൽ അറിയില്ല. സത്യമംഗലത്തിൽ എത്തണം പോകുന്ന ഒരു ഫോറസ്റ്റാണെന്ന് തോന്നുന്നു. എന്തായാലും നൈസ് റൂട്ടാണ്. സ്ഥിരം ബാംഗ്ലൂർ പോണവർക്ക് ഒരു പ്രാവശ്യം ഇതിൽ ട്രൈ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലേ? രണ്ടാമത് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല.
ആദ്യം കെയർ ചെയ്തിട്ട് മോശമായതുകൊണ്ട് മാത്രം. ആ റോഡ് പണിത് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഓക്കെ ആയി കഴിഞ്ഞാൽ ഇത് നല്ല റൂട്ടായിരിക്കും. പിന്നെ കൊമ്പ് അങ്ങനെ കൊണ്ട് പെയിന്റ് ഓടിച്ചാണേ. എനിക്ക് പറയാൻ പറ്റുമോ കൊമ്പ് വിളിക്കാതെ പോകാൻ? താഴെ കിടന്ന സ്ഥലം കേട്ടോ. കൃഷിയാണ് മെയിൻ, കൃഷി മാത്രം. പിന്നെ ആട്, പശു, എല്ലാതരം കൃഷിയുണ്ട്. മഞ്ഞള്, നെല്ല്, റാഗി. വളരെ കുറച്ച് വണ്ടികൾ മാത്രം വരുന്ന റോഡ് നല്ല സെറ്റപ്പായിട്ട് പണിതിട്ടേക്ക് കേട്ടോ. പച്ച കളറിൻ്റെ ഫോറസ്റ്റിൻ്റെ സത്യമംഗലം ടൈഗർ റിസർവ്. സത്യമംഗലം ടൈഗർ റിസർവിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. യൂക്കാലിത്തോട്ടം വരുമ്പോൾ ഊട്ടിയാണ് ഓർമ്മ തന്നെ അല്ലേ? ഈ യുക്കാലിയുടെ മുകളിൽ ഒരുപാട് തേനീച്ച കൂടുകളുണ്ട് കേട്ടോ. അയ്യോ പണി വാളുവേനപ്പ താത്തിട്ടേക്കല്ലേ കുരങ്ങൻ കൊണ്ടുപോകാനെല്ലാം. ഒരുത്ത വട്ടം ചാടുന്നു, വണ്ടി സ്ലോ ആക്കുന്നു, ചാടി ഉള്ളി കയറുന്നു. നമ്മുടെ മൂന്നാർ ഇതുപോലെ തേനീച്ച ഒരു മരത്തിൽ ഒരുപാടുണ്ട്. രണ്ട് ടൂറിസ്റ്റുകളെ കാണിച്ചു കൊടുക്കണേ ഹണി ട്രീ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അപ്പുറത്ത് ഒരു മരത്തിൽ നിറച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം കണ്ടോണം ചോളവും റാഗിയൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. എന്തായാലും ഈ റൂട്ട് വന്ന് അടിപൊളിയായിരുന്നു, ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ വിജനമായ വഴി, ഒരു മനുഷ്യനില്ല. 100 കിലോമീറ്ററായിട്ട് ഒരു വണ്ടി പോലും ഞങ്ങൾ കണ്ടില്ല. അത്ര വിജനാണ്. വഴിയിൽ നിന്ന് എതിരെ ഒറ്റ വണ്ടി വന്നിട്ടില്ല. നമ്മൾ വന്ന വഴിയിൽ നിന്ന് കുറച്ചുകൂടി വലിയൊരു വഴിയിലേക്ക് കയറിയിട്ടുണ്ട്. വഴി ഏതൊന്നും അറിയത്തില്ല. എൻ്റെ പൊന്നെ ഉച്ചക്ക് കോടവഞ്ഞ് താഴത്തേക്ക് പൊളി കേട്ടോ. നമ്മൾ എവിടെയാണെന്ന് സ്ഥലം? ദിമ്പം. സ്ഥലത്തിന്റെ പേര് ദിമ്പം. DHIBIM ആണോ അങ്ങനെ എന്തോ കണ്ടത്. ഓ സെറ്റപ്പ് അടിപൊളി കേട്ടോ. ഓ താഴത്തേക്ക് അടിപൊളി കേട്ടോ. ഒന്ന് നിർത്താണ്ടാണ് ഈ വാൽപ്പാറ മറ്റേ ഇങ്ങോട്ടേക്ക് ഇറങ്ങണമല്ലേ? 27 ഉണ്ട് ഹെയർപിൻ. തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. 27 ഹെയർപിൻ ഉണ്ട്. നമ്മൾ 27ാമത്തെ അവസാനത്തെ ഹെയർപിന്ന് ആദ്യത്തെ ഹെയർപിന്നിലേക്ക് പിടിക്കുകയാണ്. അയ്യോ അവിടെ മുകളിലേക്ക് മിസ്റ്റ് കയറാനാണ്. മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അടിപൊളി കേട്ടോ. നമ്പർ 2 ഹെയർപിൻ നമ്പർ 26. 27 നമ്മൾ തുടങ്ങി. നമ്മളിപ്പോൾ തമിഴ്നാട് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 27 ഹെയർപിൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ 3 ഹെയർപിൻ കഴിഞ്ഞുള്ളൂ. അകലെ കാണാം ഹെയർപിനൊക്കെ. പിന്നെ അടിപൊളി വ്യൂ ആണ്, ഒരു രക്ഷയില്ല. നമ്മളവിടെ നിന്ന് നോക്കി, നമ്മളവിടെ മുകളിലായിരുന്നു. എവിടെയാണ് നമ്മൾ? നമ്മളിനി 3 ഹെയർപിനോട് കൂടി താഴത്തെത്തും കേട്ടോ. താഴെ മേട്ടുപ്പാളയം, പിന്നെ അവിടെ നിന്ന് കോയമ്പത്തൂർ. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് വന്നവർ ഈ വഴി ഒരിക്കലൊന്ന് ട്രൈ ചെയ്യണം. നല്ല സൂപ്പർ വഴിയാണ്. ഒരു 30 കിലോമീറ്ററാണ് മോശമായിട്ടുള്ളൂ, ബാക്കിയൊക്കെ അടിപൊളി വഴിയാണ്. പിന്നെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ടോളില്ല എന്നുള്ളതാണ്. പിന്നെ 30 കിലോമീറ്റർ കുറവുമാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ വെക്കണം. മറ്റൊരു നല്ല വീഡിയോയുമായി കണ്ടുമുട്ടും വരെ ബൈ ബൈ.